ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇന്ന് നമുക്ക് 45ഉം 46ഉം ശ്ലോകം ചെല്ലാം. 44 കഴിഞ്ഞു. 45ത്തെ ഋതു എന്നും കഴിഞ്ഞു. ഇന്ന് സുദർശനാണ് എടുക്കുന്നത്. അപ്പോൾ 45, 46 നമുക്ക് ചെല്ലാം. ഋതു സുദർശന കാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജം അവ്യയം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന. അപ്പോൾ ഇന്നത്തെ നാമം 417 സുദർശന. സുദർശന എന്നുള്ള വാക്കിന്, നാമത്തിന് 3-4 അർത്ഥമാണ് പല വ്യാഖ്യാതകന്മാരായിട്ടും കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ജ്ഞാനമാകുന്ന മോക്ഷമാർഗം. മാർഗം ഭഗവാൻ തന്നെയാണല്ലോ. അപ്പം ജ്ഞാനമാകുന്ന മോക്ഷമാർഗമാണ് സുദർശന. 2, നിർമ്മലമായ കണ്ണുകളുള്ളവൻ. ദർശന, സുദർശന, കണ്ണുകളുള്ളവൻ. 3, ഭക്തന്മാർക്ക് വളരെ എളുപ്പത്തിൽ കാണപ്പെടുന്നവൻ, നല്ല ദർശനം നൽകുന്നവൻ. വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് മറക്കരുത്. അഗ്രാഹ്യൻ എന്നൊക്കെ പറഞ്ഞതാ. അപ്പോൾ അതാ പറഞ്ഞ എളുപ്പത്തിൽ കാണാം, കറക്റ്റാണ്. ബട്ട് സബ്ജക്റ്റ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അഡ്വർടൈസ്മെൻറ്റിലോ കാണില്ലേ, സബ്ജക്റ്റ് ടു TC താഴത്തുണ്ടാവും. സബ്ജക്റ്റ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. 4, ഭഗവാന്റെ ചക്രത്തിൻ്റെ പേരാണ് സുദർശനം എന്ന്. മനസ്സിലായില്ലേ? ഈ 4 നമുക്ക് നോക്കാം. വലിയൊരു അധിക പ്രസംഗമായിട്ടല്ല, എന്നാലും കുറച്ചൊക്കെ ഓരോ നാമത്തിൻ്റെയും നമ്മൾ നോക്കിയിട്ട് മുന്നോട്ട് പോവാം. അപ്പം ജ്ഞാനമാകുന്ന മോക്ഷമാർഗമായവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കാണുമ്പോൾ, ദർശനം എന്ന വാക്കിന്, സുദർശന എന്നുള്ളതിൽ ദർശനം എന്ന വാക്കിന് ജ്ഞാനം, കണ്ണ്, മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നുണ്ട്. ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്, കണ്ണ് എന്നുള്ള അർത്ഥമുണ്ട്, മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നവൻ. ദ വൺ ഹൂം ഐ എം ഏബിൾ ടു സീ. ദ സീൻ. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നവൻ. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് ഈ ദർശനം എന്നുള്ള വാക്കിനുള്ളത്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഭഗവാന് എന്താ പറയുക, ചേരും ചെയ്യും. അതുകൊണ്ട് നോക്കുമ്പോൾ ഭഗവാൻ സുദർശനം തന്നെയാണ്. ആത്മജ്ഞാനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ദ നോളജ് ഓഫ് ദ സെൽഫ്. ആ ആത്മജ്ഞാനം എളുപ്പത്തിൽ മോക്ഷമാർഗത്തിൽ നമ്മളെ എത്തിക്കുന്നു. The moment we realize, not understand, realize
അപ്പം നമ്മളെ ഉടനെ മോക്ഷമാർഗത്തിലേക്ക് എത്തിക്കും നമ്മളെ. അവിടുന്ന് പിന്നെ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ആ മോക്ഷമാർഗം. അപ്പോൾ ആത്മജ്ഞാനം നമുക്ക് വളരെ എളുപ്പത്തിൽ മോക്ഷമാർഗത്തിലേക്ക് ചെന്ന് ചേരാൻ പറ്റും. ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച നരചർഷഭ എന്ന് പറഞ്ഞിട്ടില്ലേ? ജ്ഞാനീച ഭരതർഷഭ. 4 തരത്തിലുള്ള ആൾക്കാരെ അർജുന എൻ്റെ അടുത്തേക്ക് വരിക എന്ന് ഞാൻ 4 പെട്ടി അവിടെ വെച്ചിരിക്കണമെന്ന് പണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അതിൻ്റെ 2ാമത്തെ വരി നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അന്ന് ഈ 4 പെട്ടി അതിലിടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കിയുള്ളൂ. അതിലാരൊക്കെയാ? ജ്ഞാനി, ആർത്തി, ജിജ്ഞാസു, അർത്ഥാർത്ഥി. ആർത്തനായിട്ട് വരും, ദീനദയാലുക്കളായിട്ട് വരും, ജിജ്ഞാസുക്കളായിട്ട് വരും, അർത്ഥാർത്ഥിയായിട്ട് വരും, ധർമ്മക്കാരായിട്ട് വരും, പിച്ചക്കാരല്ല ധർമ്മക്കാരായിട്ട് വരും, ജ്ഞാനിയായിട്ടും വരും. അതുകൊണ്ട് ഈ 4 പെട്ടി ഞാൻ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിർത്തി. പിന്നെ അങ്ങോട്ട് 2ാമത്തെ വരിയിലേക്ക് അധികം അങ്ങോട്ട് കടന്നില്ല. ആ വരിയിൽ എന്താ ഭഗവാൻ പറയണറിയോ? ഈ 4 വിധമായിട്ടുള്ള ഭക്തന്മാരിലും എനിക്ക് ഏറ്റവും പ്രിയമുള്ളവൻ ജ്ഞാനിയാണ് അർജുന എന്ന് ഭഗവാൻ തന്നെ സമ്മതിക്കണം. അടുത്ത ശ്ലോകത്തിൽ 7ാം അധ്യായത്തിൽ പ്രിയോ ഹി ജ്ഞാനിനോന്യർത്ഥം. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയ. ഭക്തന്മാരുള്ളതിൽ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളവൻ. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ അത് സമ്മതിക്കുന്നു. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ മമ പ്രിയ. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവനെ എന്നെ ഇഷ്ടമാണ്. ജ്ഞാനിക്കു ഞാനേറ്റം ഇഷ്ടൻ, എനിക്ക് അവനും ഇഷ്ടമാം. തമ്പുരാൻ്റെ തർജ്ജമ കണ്ടോ? പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയ. അഹം സച മമ പ്രിയ. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവനെ എന്നെ ഇഷ്ടമാണ്. ഒരു മ്യൂച്വൽ ലവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ജ്ഞാനിക്കു ഞാൻ ഏറ്റവും ഇഷ്ടൻ. ജ്ഞാനിക്ക് എന്നെ കവിച്ച ഒരാളുള്ളൂ. എനിക്ക് അവനും ഇഷ്ടമാം, എനിക്ക് അവനെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ആത്മജ്ഞാനത്തിലൂടെ മോക്ഷമാർഗത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് ആത്മജ്ഞാനമാവണം. ജ്ഞാനം എന്നാൽ ബോധം നല്ല അർത്ഥം. ആത്മബോധം, ശങ്കരൻ്റെ കൃതി തന്നെയുണ്ട് ആത്മബോധം. അപ്പം ജ്ഞാനം എന്ന് വെച്ചാൽ ബോധമാണ്. എന്തിൻ്റെ ബോധം? കെമിസ്ട്രിയുടെ ബോധം, ഫിസിക്സിൻ്റെ ബോധം, ബിസിനസ്സിൻ്റെ ബോധം, ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ബോധം, സ്വർണ്ണക്കടത്തിൻ്റെ ബോധം. എന്തിൻ്റെ ബോധം? ഒന്നിൻ്റെയും ബോധമല്ല. പിന്നെന്തിൻ്റെ ബോധം? അവനവനെക്കുറിച്ചുള്ളതിൻ്റെ ബോധം. അവനവനെക്കുറിച്ചുള്ള ബോധം, നോളേജ് ഓഫ് ദ സെൽഫ്. അതൊന്ന് നമുക്കുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് എത്തുക? നമുക്കുണ്ട്, പക്ഷെ അത് അവനവനെക്കുറിച്ചുള്ള ഭാവമാണ്. അങ്ങേ അറ്റത്തെ ഭാവമാണ്. നമുക്ക് അമ്പോ എന്താ ഭാവം അറിയോ? അവനവനെക്കുറിച്ചുള്ള ഭാവം നമുക്കുണ്ട് അല്ലേ? എന്നെക്കുറിച്ച് എനിക്കൊരു ഭാവമില്ലേ? എന്നെക്കുറിച്ചൊരു ഇമാജിനേഷൻ എനിക്കില്ലേ? എന്നെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ എന്നെക്കുറിച്ചൊരു ഇമാജിനേഷൻ ഉണ്ട് അല്ലേ? ആ ഭാവം നമുക്കുണ്ട്. ആ ഭാവം, എന്നെക്കുറിച്ചുള്ള ഭാവത്തിന് എന്താ പറയുക സംസ്കൃതത്തിൽ? അഹംഭാവം. എന്താ എൻ്റെ അഹംഭാവം? ആ തന്നെ, ആ വാക്ക് തന്നെ, അതാണ് നമുക്കുള്ളത്, അഹംഭാവം. നമുക്ക് വേണ്ടത് എന്താ? അഹംഭാവമല്ല, അഹംബുദ്ധി.
ഭാവം ഒന്നങ്ങോട്ട് മാറ്റുക, ബുദ്ധി ഒന്നങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. അത്രേ വേണ്ടോ മോക്ഷമാർഗത്തിലേക്ക് എത്താൻ. തയ്യാറാണോ? തയ്യാറാണോ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് റെഡി, പോവാം, ആ മാർഗത്തിലേക്ക് അങ്ങോട്ട് കയറാം. ഭാവം മാറ്റിയിട്ട് ബോധമാക്കുക. എളുപ്പമല്ല, എളുപ്പമല്ല. ഭാവത്തിനെ പറിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ബോധത്തിനെ ഉള്ളിൽ കയറ്റാൻ എളുപ്പമാണ്. പക്ഷെ ഭാവം എന്നുള്ളതിനെ പറിച്ചെടുത്തിട്ട് വേണ്ട ഇതിനെ അങ്ങോട്ട് കയറ്റാൻ. ഉള്ള സാധനത്തിനെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണ്ട ഇതിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് പോരില്ല, അത് വേരുറച്ചിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായിട്ട് ആ ഭാവം ഉണ്ടല്ലോ, അഹംഭാവം, ഞാനെന്ന ഭാവം, അത് ഉറപ്പിച്ചിരിക്കുന്നു. അത് കളയണം. എങ്ങനെയാ കളയാ? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ, കട്ട് ബൈ ദ സോഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ആൽമരത്തിൻ്റെ വേരാണ് അറക്കാൻ പറയണത്, മനസ്സിലായോ? ആൽമരത്തിൻ്റെ വേരറക്കുന്നത് പോലെ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ, മുറിച്ചു കളയും ആ ഭാവം. എന്നിട്ട് ബുദ്ധി അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. ആ സ്ഥലത്ത് ബുദ്ധി കൊണ്ടുവച്ചാൽ ബുദ്ധി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബുദ്ധി ചെയ്തോളും. നമുക്ക് ആത്മബോധം വരും. ബുദ്ധിയല്ല, ബോധം വരും. അപ്പോൾ ഭാവം ടു ബി ത്രോൺ ഔട്ട്, ബോധം ടു ബി റീപ്ലേസ്ഡ്. ഇത്രയേ വേണ്ടൂ. ഇതാണ് സ്പിരിച്വൽ എക്സസൈസ്. എന്താ ഇപ്പോൾ ഈ ഗീത ക്ലാസ്സിനൊക്കെ പോയിട്ട് ചെയ്യണം, സഹസ്രനാമത്തിനൊക്കെ പോയിട്ട് ചെയ്യണം. എന്താ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക? എന്താ തൻ്റെ സാധന? സിമ്പിൾ സാധന. എന്താ? ഭാവം കളഞ്ഞിട്ട് ബോധമാക്കുക. ഇത്രയേ വേണ്ടൂ. വേറെ ഒന്നും വേണ്ട. നാമം ചെല്ലണ്ട, സന്ധ്യാവന്ദനം വേണ്ട, അമ്പലത്തിൽ പോകണ്ട, മെഡിറ്റേഷൻ വേണ്ട, പൂജ കഴിക്കണ്ട, യോഗ ചെയ്യേണ്ട, ഒന്നും വേണ്ട. ആകെപ്പാട് ചെയ്യേണ്ടത് എന്താ? ചേഞ്ച് ഭാവം, റീപ്ലേസ് ബോധം. അഹംഭാവം ചേഞ്ച് ടു അഹംബോധം. സ്ട്രേറ്റ് അഡ്മിഷൻ ടു റോയൽ പാത്വേ, മോക്ഷമാർഗം. അപ്പോൾ അതാണ് ജ്ഞാനം ആകുന്ന മോക്ഷമാർഗമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതാണ് സുദർശന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഒരർത്ഥം. രണ്ടാമത് നിർമ്മലമായ കണ്ണുകളുള്ളവൻ ഒരർത്ഥമുണ്ട്, സുദർശന. ഭഗവാനെ നമ്മൾ അരവിന്ദാക്ഷൻ, പുഷ്കരൻ എന്നുള്ള നാമത്തിലൊക്കെ വിളിച്ചിട്ടില്ലേ സഹസ്രനാമത്തിൽ? ഇല്ലേ? അപ്പോൾ ഇതിലൊക്കെ എന്താ നമ്മൾ അർത്ഥം കണ്ടത്? താമരതളം പോലെ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് ഭഗവാൻ സുദർശനം തന്നെ അല്ലേ? ഒരാളുടെ കണ്ണിന് ഭംഗി എങ്ങനെയാണ് കിട്ടുന്നത് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ഭംഗിയുള്ള കണ്ണാട്ടോ എൻ്റെ എന്ന് പറയണമെങ്കിൽ ആ ഭംഗി എവിടുന്നാണ് വരുന്നത്? കണ്ണിന് ഷേപ്പ്, കണ്ണിൻ്റെ ആ ഷേപ്പ്. നല്ല ഷേപ്പുള്ള കണ്ണ്, താമര കണ്ണൻ, നല്ല ഭംഗിയുള്ള കണ്ണല്ലേ? അതെ, ഭംഗിയുള്ള കണ്ണാണ്. പക്ഷെ അതുകൊണ്ട് നല്ല കണ്ണെന്ന് പറയാൻ പറ്റുമോ? ഈ നല്ല കണ്ണെന്ന് പറയുമ്പോഴേ ഭംഗി മാത്രം മതിയോ? ഭംഗി എന്ന് പറയുന്നത് പുറംപൂച്ചല്ലേ? അതൊരു ഹാർഡ്വെയർ അല്ലേ? അത് നമ്മളുടെ അതിന് പുറംപൂച്ചല്ലേ? ആ കണ്ണിൻ്റെ ഒരു പുറമേക്ക് കാണാവുന്നൊരു കാര്യമല്ലേ ഉള്ളത്? അല്ലേ? അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ദരിദ്രനില്ലത്ത യുവാവ് പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്നി. ദരിദ്രനായിട്ടുള്ള ഒരാളുടെ വീട്ടിലെ നായ എങ്ങനെയാ? അവന് തിന്നാനൊന്നും കിട്ടില്ല, അപ്പോൾ അങ്ങനെ നീണ്ടു കിടക്കുക, രണ്ട് കാലും മുമ്പിലേക്കും രണ്ട് കാലും പിന്നിലേക്കും വെച്ചിട്ട് നീണ്ടു കിടക്കുക. അപ്പോൾ വളരെ നീളമുള്ള നായ അത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ണായിക്കോട്ടെ എന്നാണ് കവി ഭാവന ചെയ്യുന്നത്, ഒരു സ്ത്രീയുടെ കണ്ണ്. ദരിദ്രനില്ലത്തെ യുവാവ് പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്നി. വളരെ നീണ്ട കണ്ണുകളാണ് അർത്ഥം. അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ കണ്ണ്, നല്ല ഭംഗിയായിട്ടുള്ള കണ്ണല്ലേ?
അർക്കശുഷ്കഫല കോമളസ്തിനി തന്ത്രിണീ ഫല വിശാല നേത്രളേ. തന്ത്രിണീ ഫല വിശാല. അപ്പോൾ ഇങ്ങനെ അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല. ദരിദ്രനില്ലത്ത യുവാഹു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്നി. എന്ത് വർണ്ണിക്കില്ല അതൊരു സ്ത്രീയെ? ആ സ്ത്രീ പറഞ്ഞു ഇങ്ങനെയൊന്നല്ല എൻ്റെ കണ്ണ് വർണ്ണിക്കേണ്ടത് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, എന്നാൽ നല്ല പോലെ വർണ്ണിക്കാമെന്ന് പറഞ്ഞു കവി തോലൻ. അർക്കശുഷ്കഫല കോമളസ്തിനി, നല്ല ശബ്ദം, നല്ല പദപ്രയോഗം. പക്ഷെ അർത്ഥോ തന്ത്രിണീ ഫല വിശാല ലോചനെ. തന്ത്രിണീ ഫല, പുളിയുടെ എല്ല പോലെയുള്ള കണ്ണ്, ഇത്തിരി പോകുന്നൊരു കണ്ണ്, ചെറിയൊരു കണ്ണ്. അവൾക്ക് ആ പാട്ട് ഇഷ്ടമായിരുന്നു, ആ ശ്ലോകം ഇഷ്ടമായി. ആദ്യത്തെ ഇഷ്ടമായില്ല. ആദ്യത്തെ തന്നെ ശരിക്കും നീണ്ടു കിടക്കണ കണ്ണ്, അത് വേണ്ടാന്ന്. അതെന്താ? ദരിദ്രനില്ലത്ത യുവാകു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്നി. അത് കേൾക്കാൻ വയ്യ. അന്നത്ത പോക്കി കുയിലൊത്ത പാട്ടി, അത് ശരിയല്ലല്ലോ. മറ്റേ ശ്ലോകം നല്ല ശ്ലോകമാണ്. അർക്കശുഷ്കഫല കോമളസ്തിനി തന്ത്രിണീ ഫല വിശാല ലോചനേ. അപ്പം അതെന്താവട്ടെ, സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വരുന്നത് നീണ്ട കണ്ണുകളാണ്, താമരക്കണ്ണുകളാണ്, നല്ല ഭംഗിയുള്ള കണ്ണുകളാണ്. അതുകൊണ്ട് മാത്രം കണ്ണ് നല്ല കണ്ണാന്ന് പറയാൻ പറ്റുമോ? അത് വെറും എക്സ്റ്റേണൽ ഷോ അല്ലേ, ഒരു ഷെയ്പ്പല്ലേ അത്. അത് എന്താ പറയുക, കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ അല്ലേ അത്. അതുകൊണ്ടൊരു സുദർശനാവുമോ, നല്ലൊരു ദർശനാവുമോ കണ്ണിന്? അപ്പോൾ നല്ലൊരു കണ്ണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സൗന്ദര്യം വേണ്ടേ കണ്ണിന്? ആ സൗന്ദര്യം എവിടെയാ? ഭംഗിയിലാണോ സൗന്ദര്യം കിടക്കുന്നത്? അതോ സൗന്ദര്യവും ഭംഗിയും രണ്ടും രണ്ടാണോ? നീണ്ട കണ്ണാണ്. മീൻകണ്ണി, മീനാക്ഷി എന്നൊക്കെ പറയില്ലേ, കമലാക്ഷി, മീനാക്ഷി എന്നൊക്കെ പറയില്ലേ. നീണ്ട കണ്ണുകളെ കവികൾ എങ്ങനെയൊക്കെ വർണ്ണിച്ചിരിക്കണറിയോ? പൊന്നിൻ കേഴക്കിടാവിൻ കഴലതൊരു പെരുമ്പാമ്പു മന്ദം വിഴുങ്ങിത്തിന്നുമ്പോൾ കേണു നോക്കും മിഴിയതിൽ അഴകേറുന്ന ലോലായതാക്ഷി. പൊന്നിൻ കേഴക്കിടാവ്, ഒരു മാൻകുട്ടി, ഒരു പൊന്നറത്തുള്ള മാൻകുട്ടി. പൊന്നിൻ കേഴക്കിടാവിൻ കടലത്, അതിൻ്റെ കാല്, പിന്നാമ്പുറത്തൊരു കാല്, പെരുമ്പാമ്പു മന്ദം വിഴുങ്ങിത്തിന്നുമ്പോൾ. മെല്ലെ പെരുമ്പാമ്പ് വന്നിട്ട് ആ മാൻകുട്ടിയുടെ, മാൻപേടയുടെ പിന്നാമ്പുറത്തുള്ള പിൻഭാഗത്തുള്ള കാല് വന്നിട്ട് ഇങ്ങനെ മിണുങ്ങുക. പൊതുവേ മാൻകണ്ണി എന്നൊക്കെ പറയും. മാനിന് പൊതുവെ നീളമുള്ള കണ്ണാണ്, അത് സ്വതവേ മാൻ്റെ കണ്ണാണ്. അത് കൂടാണ്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ മാൻ്റെ പിന്നാമ്പുറത്തുള്ള കാല് മെല്ലെ പെരുമ്പാമ്പ് തിന്നുക. പൊന്നിൻ കേഴക്കിടാവിൻ കഴലതൊരു പെരുമ്പാമ്പു മന്ദം വിഴുങ്ങി, മെല്ലെ മെല്ലെ ഒന്നിച്ചടിച്ചങ്ങോട്ട് ഒറ്റയടിക്ക് നിൽക്കല്ല, മെല്ലെ തിന്നാണ്. അപ്പോൾ ആ കാലിൻ്റെ വേദന അങ്ങനെ കുറേശ്ശെ 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 അറിഞ്ഞു വരികയാണ് ആ പാവം മാൻകുട്ടി. മന്ദം വിഴുങ്ങിത്തിന്നുമ്പോൾ കേണു നോക്കും. ഹെൽപ്ലെസ് ആയിട്ടൊരു നോട്ടമുണ്ട് മാൻ. എന്താ ഇതിവിടെ സംഭവിക്കണം, ആരാ എന്നെ വന്ന് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞിട്ട്. സ്വതവേ നീളമുള്ള കണ്ണ്. അപ്പോൾ അതൊന്ന് പിന്നാക്കം കൂടി ഇങ്ങനെ നോക്കിയാലോ, ആ കണ്ണിന് പിന്നാക്കം കൂടി കാഴ്ച പോയാലോ എത്ര ഉണ്ടാവും? എത്ര നീളമായി? കേണു നോക്കും കഴൽ അതിലേറുന്ന ലോലായതാക്ഷി. അതിനേക്കാൾ സൗന്ദര്യമുള്ള കണ്ണാണ് എൻ്റെ കുട്ടിയെന്നെൻ്റെ എന്നൊരു നമ്പൂരിപ്പാട് ഒരു സ്ത്രീയോട് പറയണം. മനസ്സിലായോ? പൊന്നിൻ കേഴക്കിടാവിൻ കഴലതൊരു പെരുമ്പാമ്പു മന്ദം വിഴുങ്ങിത്തിന്നുമ്പോൾ കേണു നോക്കും മിഴിയതിൽ അഴകേറുന്ന ലോലായതാക്ഷി. എത്ര ലോലമായിട്ടുള്ള അക്ഷികളാണ് നിനക്ക് എന്ന് പറയുന്നത്. അപ്പം നീട്ടൊക്കെ ഉണ്ടാവും കണ്ണിന്, പക്ഷേ അവളുടെ കണ്ണിന് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ സൗന്ദര്യം കണ്ണിന് വേണ്ടി എന്ത് വേണം? അത് സോഫ്റ്റ്വെയർ ആണ്, ഹാർഡ്വെയർ അല്ല. ആ സൗന്ദര്യം എന്ന് പറയുന്നതാണ്. കണ്ണിൽ എന്ത് സ്ഫുരിക്കണം? തീ പാറിയാൽ മതിയോ? നീളമുള്ള കണ്ണ്, അതിൽ തീ ഇങ്ങനെ പാറുക, ദേഷ്യം ഇങ്ങനെ വരിക, മതിയോ? നവരസഭാവത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കലോ, ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന കണ്ണായാൽ മതിയോ? ഒരു ഹെൽപ്ലെസ്നെസ് പ്രകടിപ്പിക്കുന്ന കണ്ണായാൽ മതിയോ? എന്ത് രസം ആ കണ്ണിൽ വന്നാലാണ് ആ കണ്ണ് ഭംഗി എന്ന് പറയാൻ പറ്റുക? നീളം
ഒഴികെ. നീളം ഓൾറെഡി ഉണ്ട്. ആ നീളമുള്ള കണ്ണായാൽ പോലും, ഭംഗിയുള്ള കണ്ണായാൽ പോലും, ആ കണ്ണിനെ സൗന്ദര്യമുള്ള കണ്ണെന്ന് പറയണമെങ്കിൽ ഭംഗി മാത്രം മതിയോ, നീളം മാത്രം മതിയോ? പോരല്ലോ. അതിൻ്റെ കൂടെ എന്ത് വേണം? എന്ത് ഭാവം കൂടി വേണം ആ സൗന്ദര്യം കിട്ടാൻ? എന്ത് രസമാണ് അതിന് വേണ്ടത്? കരുണാരസല്ലേ? കണ്ണിന് കരുണാരസല്ലേ വേണ്ടത്? കണ്ണിൽ നിന്ന് കരുണ സ്ഫുരിച്ചാലല്ലേ അത് സൗന്ദര്യമായിട്ടുള്ള കണ്ണാന്ന് പറയുള്ളൂ, അല്ലേ? രൗദ്രഭാവം കണ്ണിൽ വന്നിട്ട് എന്താ കാര്യം? എന്ത് സൗന്ദര്യം ഉണ്ടാവുക? ഭീമത്സം ഇത് വന്നിട്ട് എന്താ ചെയ്യുക? ഭയം, ഇതൊക്കെ എന്തിനു കൊള്ളാം കണ്ണിന്? ഒരു രസവും കണ്ണിന് കൊള്ളില്ല, എക്സെപ്റ്റ് സൗന്ദര്യം, എക്സെപ്റ്റ് കരുണാരസം. വെറുതെ അല്ല നമ്മുടെ പട്ടേരിപ്പാട് അങ്ങനെ എഴുതിയതേ. കാരുണ്യാകുലനേത്രം എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. ആ ഭഗവാന്റെ കണ്ണ് താമരക്കണ്ണ് മാത്രമല്ല, പൊന്നിൻ കേളക്കിടാവിൻ കടലതിൽ വരും പാമ്പും അന്തം വിഴുങ്ങി തിന്നുമ്പോൾ കേണു നോക്കും അതിനേക്കാൾ വലിയ കണ്ണ് മാത്രമല്ല, ദരിദ്രനില്ലത്ത് യുവാകു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വൈജ്ഞ, ആ നയനുമല്ല. ഇതിനൊക്കെയും പുറമെ ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ട്. അതെന്താ? കാരുണ്യാകുല നേത്രം. ആ നേത്രം, ആ ഭാവം കണ്ണിൽ വന്നാൽ മാത്രമേ ഭംഗിയും ഭാവവും കൂടി സുദർശന എന്ന് പറയുള്ളൂ. അതാണ് സുദർശന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കാരുണ്യമായിട്ടുള്ള കണ്ണ് വേണം. അത് ഭഗവാനുണ്ട്, ധാരാളമുണ്ട്. അല്ലെങ്കിൽ പട്ടേരിപ്പാട് അങ്ങനെ പറയൂ? പട്ടേരിപ്പാട് പറഞ്ഞിരിക്കട്ടെ, നമുക്കൊക്കെ എന്താ അനുഭവം അവിടെ പോയി നിന്നാ? പറയൂ. കാരുണ്യാകുല നേത്രനല്ലേ ഭഗവാൻ? അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വല്ലൊരു ഗുരുവായൂർക്ക് പോവോ? അതാ പറഞ്ഞത്. ഓക്കെ. മൂന്നാമത്തെ അർത്ഥം ഇവർ പറയുന്നത് ഭക്തന്മാർക്ക് എളുപ്പത്തിൽ കാണപ്പെടുന്നവനാണ്. ഭക്തന്മാർക്ക് എളുപ്പത്തിൽ കാണാൻ മീൻസ് മനസ്സിലാക്കാൻ പറ്റുന്നവൻ. അപ്പോൾ എളുപ്പം അടുക്കാത്തവനായാലും വളരെ ദുർലഭമായിരിക്കുന്നവനായാലും അപി, അങ്ങനെയാണെങ്കിലും, ഈവൻ ദോ ഏവം ദുർലഭ്യവസ്തുവന്നപി, ബുദ്ധിമുട്ടാണ് കിട്ടാൻ എന്നുള്ള വസ്തു ആണെങ്കിൽ പോലും ഹസ്തലബ്ധേ, കയ്യിൻ്റെ ഉള്ളിൽ നെല്ലിക്കായ എന്ന പോലെ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ നെല്ലിക്ക, ഹസ്തലബ്ധേ, കൈ കിട്ടി. അങ്ങനത്തെ സാധനം കിട്ടിയത്. ഏവം ദുർലഭ്യവസ്തുവന്നപി, സാധാരണക്കാർക്കൊന്നും അത് കിട്ടില്ല. എത്രയോ ജന്മം തപസ്സിരുന്നവർക്കാണ് അത് കിട്ടുക. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണു കാരുണ്യാകുല നേത്രനായിട്ടുള്ള ഹസ്തലബ്ധേ. നിങ്ങളെന്താ ചെയ്യണത്? യത് അന്യ വാചാ ധിയാമാം ഭജതി ബദജനം. അന്യനാമങ്ങളെ കൊണ്ട് അന്യദേവന്മാരെയൊക്കെ പൂജിച്ച് ഇദ്ദേഹത്തിനെ ഇഗ്നോർ ചെയ്യുക, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിനെ ചെന്ന് കാണാനുള്ളൊരു മനസ്സ് പോലും ഇല്ല. യത് അന്യത്തൻവാ വാചാധിയാവാം, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും, ഭജതി ബദ്, മറ്റുള്ള അന്യ ദേവന്മാരെ നിങ്ങൾ പൂജിക്കുന്നുവല്ലോ. ക്ഷുദ്രദേവ സ്ഫുടേയം, റിയലി റിഡിക്കുലസ്, ഹൈറ്റ് ഓഫ് റിഡിക്കുലസ്. ക്ഷുദ്രമേവ സ്ഫുടേയം, വളരെ ക്ലിയർ കട്ട് ക്ഷുദ്രം, മാഡ്നസ്, കെയർലെസ്നെസ്. കാരണം അത്ര വിലപ്പെട്ട സംഗതി നിങ്ങളുടെ കയ്യിലുള്ളത്, വില കൊടുത്താൽ കിട്ടാത്ത കാര്യം നിങ്ങളുടെ കയ്യിലുള്ളത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളത് ആർജിച്ചത്. നമ്മൾ കയ്യിൽ കിട്ടിയ വസ്തുവിനെ കളയേ. വളരെ സുലഭമാണ് കിട്ടാൻ, സബ്ജക്റ്റ് ടു കംപ്ലയൻസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്.
എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? ഒറ്റ ടേംസ് ആൻഡ് കണ്ടീഷൻസേ ഉള്ളൂ. ഒരു ടേം ആൻഡ് കണ്ടീഷൻസേ ഉള്ളൂ ഭഗവാൻ, അധികമൊന്നുമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒറ്റ ടേമുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഭഗവാന്. അത് ഭഗവാൻ ഗ്യാരണ്ടി ആയിട്ട് 7-ാം അധ്യായത്തിൽ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുന, ഒരേ ഒരു കണ്ടീഷൻ, സദാസമയത്തും അന്ധകരണത്തിൽ എന്നെ ചിന്തിക്കുന്ന സാധകന്മാർക്ക് ഞാൻ സുലഭ്യനാണ്. ഐ ഗ്യാരണ്ടി. എന്താ വേണ്ടത്? ഗ്യാരണ്ടി കാർഡാ തന്നിരിക്കണം നമുക്ക്. അനന്യശ്ചേതാ സതതം യോമാം സ്മരതി നിത്യശ. അനന്യ ചേതാ സതതം, സതതം, ഓൾവേസ്. അനന്യ ചേത, നോ അതർനെസ് ഇൻ യുവർ മൈൻഡ്. യോ മാം, ഹൂഎവർ ഹി ബി, ഹി ഹൂ, എന്നെ മാം സ്മരതി നിത്യശ, നിത്യവും എന്നെ സ്മരിക്കുക. സ്മരിക്കുക മീൻസ് റീമെമ്പർ. നമ്മളൊരിക്കൽ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം. റീമെമ്പർ, നല്ലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത്. സ്മരിക്കുക മീൻസ് റീമെമ്പർ. യു ആർ മെമ്പറിങ് ഹിം അഗെയിൻ. ഇറ്റ്സ് കോൾഡ് റീമെമ്പർ. Once more you are admitting him as a membership into your system. അപ്പോൾ അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശ. നിത്യം, ഓൾവേസ്, 24/7. Whatever be your profession, whatever be your work, think of me in your background. തസ്യാഹം, അവന്, അങ്ങനെയുള്ളവർക്ക്, സുലഭ പാർത്ഥ, ഐ എം ഈസിലി അവൈലബിൾ. നിത്യയുക്തസ്യ യോഗിന, അങ്ങനെയുള്ള നിത്യയുക്തന്മാർക്ക് ഐ ആം ഓൾവേസ് അവൈലബിൾ. വൈ ആർ യു ഡൗട്ടിങ് മൈ ഡിയർ ബോയ്? മറ്റൊന്നിലും മനസ്സെത്താതെ എന്നെ തന്നെ സ്മരിക്കിലോ. അതാണ് അനന്യചേത സതതം. മറ്റൊന്നിലും മനസ്സെത്താതെ എന്നെ എന്നും സ്മരിക്കിലോ. യോമാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. ആ നിത്യയുക്ത യോഗിക്ക് സുലഭൻ പാർത്ഥ ഞാൻ, ദൃഢൻ. ദൃഢം, ഷുവർ. അവന് സുലഭമാണ് ഞാൻ. ഹി വിൽ ഈസിലി ഗെറ്റ് മീ. ഓൾ ഹി ഹാസ് ടു ഡു ഈസ് ഫോളോ ദീസ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ടേം ആൻഡ് കണ്ടീഷൻ, ഒറ്റ ടേം, ഒറ്റ കണ്ടീഷൻ, ഒറ്റ ടേം. എന്താ ടേം ആൻഡ് കണ്ടീഷന്? മറ്റൊന്നിലും മനസ്സെത്താതെ എന്നെ ഇന്നും സ്മരിക്കില്ലോ. വേറൊരു കാര്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ തമ്പുരു മീറ്ററിലുണ്ടല്ലോ ശ്രുതി, ആ ശ്രുതി എന്നെ കുറിച്ച് മീട്ടിയാൽ മതി. നീ എന്ത് പണി വേണമെങ്കിൽ, ഏത് രാഗം നീ വേണമെങ്കിൽ ആലപിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തു, ഏത് കീർത്തനം വേണമെങ്കിൽ പാടിക്കും, ഒരു കുഴപ്പമില്ല എനിക്ക്. യു ക്യാൻ ഡു എനിത്തിങ്, ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് കീപ് ദ ശ്രുതി, നാരായണ ശ്രുതി കോൺസ്റ്റൻറ്റ്, ശ്രീകൃഷ്ണ അർപ്പണ സ്തുതി കോൺസ്റ്റൻറ്റ്. ബുദ്ധിമുട്ടാണോ? നിങ്ങളുടെ വർക്കിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ എൻ്റെ ഓഫീസിൽ പോവുക? ഓഫീസിൽ പൊക്കോളൂ, ബാങ്കിൽ പൊക്കോളൂ, പോസ്റ്റ് ഓഫീസിൽ പൊക്കോളൂ, പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ, കോടതി കയറിക്കോളൂ, എവിടെ കയറിയാലും ഒരു കുഴപ്പമില്ല എനിക്ക്. ഓൾവേസ് കീപ് മീ അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഇഫ് യു വാണ്ട് മീ ടു ബി ഈസിലി അവൈലബിൾ. അല്ലെങ്കിൽ കിട്ടില്ല. എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആവശ്യം വന്നാൽ ഞാൻ വരും. വിളിച്ചുകൊണ്ടിരിക്കുകയല്ല, സ്മരിച്ചുകൊണ്ടിരിക്കുക, അത്രേ വേണ്ട. വിളിക്കൊന്നും വേണ്ട. അതിന് വെറുതെ നാവ് എനർജി ഒന്നും കൊടുക്കണ്ട. വെറുതെ സ്മരിക്കുക, റീമെമ്പർ. വല്ല പണിയുണ്ടോ? വല്ല പൈസ ചിലവുണ്ടോ? ഓ, എന്താ ചെയ്യാത്തത്? അതാണ് ചിന്താവിഷയം. അതാണ് ചിന്താവിഷയം. എന്തുകൊണ്ട്? മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ആ മൂന്നാമത്തെ നാമത്തിന് ഭക്തന്മാർക്ക് എളുപ്പത്തിൽ കാണപ്പെടുന്നവനെന്ന് നല്ല ദർശനം നൽകുന്നവൻ. എപ്പോൾ? സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. കണ്ടീഷൻസ് അല്ല. നാലാമത്തെ സുദർശൻ ഭഗവാന്റെ ചക്രത്തിൻ്റെ പേരാണ്. അതിന് ചെറിയൊരു കഥ വിഷ്ണു പുരാണത്തിലുണ്ട്. പുരാണ കഥയാണ്. അതുകൊണ്ട് ഒരു എന്താ പറയുക, വേദിക് ട്രൂത്തിൻ്റെ, ഏതെങ്കിലും ഒരു വേദിക് ട്രൂത്തിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഭാവാത്മകമായിട്ടുള്ള ഒരു പ്രതീതി, ഒരു എക്സാമ്പിൾ, ഒരു പെയിൻറ്റിങ്, ഒരു പോർട്രേറ്റ്, അത് കഥാരൂപത്തിൽ പറയണമെന്ന് മാത്രം.
അപ്പോൾ ഏതൊരു തത്വത്തിൻ്റെയാണത്. അല്ലാണ്ട് ആ കഥയിൽ നമ്മൾ പിടിച്ച് തൂങ്ങരുത്. അതിൻ്റെ ഭാവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിഷ്ണു പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. മഹർഷിമാരുടെ ഒരു പദ്ധതിയാണത്. പുരാണങ്ങൾ അങ്ങനെയാണല്ലോ. നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം. സരസ്വതി ദേവിയായിട്ട് മഹർഷിമാർ ചെയ്യുന്ന ഒരു ജസ്റ്റ് നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള നർമ്മസല്ലാപമാണ്. അതിൽ ലോജിക്ക് എന്താ അതൊന്നും ചോദിക്കരുത്. ഒരു കടങ്കഥ, വെറുതെ അറബിക്കഥ പറഞ്ഞിരിക്കുക അവർ. ബട്ട് ആ കഥകൾക്കൊക്കെ വാല്യൂ ഉണ്ട്, കെട്ടുറപ്പുണ്ട്, ക്യാരക്ടർ ബിൽഡിംഗ് ഉണ്ട്, ക്യാരക്ടർ സ്ട്രെങ്ത് ഉണ്ട്. അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു കഥ, സുദർശനത്തിൻ്റെ ഒരു ചെറിയൊരു കഥ വിഷ്ണു പുരാണത്തിലുള്ളത്. വിശ്വകർമാവ് കേട്ടിട്ടില്ലേ? അങ്ങനെ ഈസ് ദി ആർക്കിടെക്ട് ആൻഡ് ബിൽഡർ ഓഫ് ദി ദേവാസ്. ഹെവൻലി ആർക്കിടെക്ട്, ഹെവൻലി ബിൽഡർ, ദേവന്മാരുടെ പെരുന്തച്ഛൻ എന്ന് വേണം പറയാൻ. ഓക്കെ. അദ്ദേഹത്തിൻ്റെ പുത്രി സംജ്ഞയെ സൂര്യദേവന് കല്യാണം കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകള് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ആളൊരു ചൂടനാണ് കേട്ടോ, ഭയങ്കര ചൂടനാണ്. കുട്ടി അത് ശരിയാവും. അല്ല, അത് ശരിയാവില്ല അച്ഛാ, ഭയങ്കര ചൂടാണ്, ഇപ്പം നോക്കിയാലും ചൂടനാണ്. ഇങ്ങനൊരു ചൂടൻ്റെ കൂടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയാനില്ല, അച്ഛനോടൊരു കാര്യം പറയാനുള്ളൂ. പറ്റിയാൽ ചെയ്യുമോ, ചൂടൊന്ന് കുറയ്ക്കാൻ നോക്കുക, ഒന്ന് പോയി പറയും. ഇങ്ങനെ ചൂട് എടുക്കരുത്, ആവശ്യത്തിനൊക്കെ ചൂടാവാം. ഇതെപ്പോൾ നോക്കിയാലും ചൂടനായിട്ടായാലോ അങ്ങനെ ശരിയാവുക. അപ്പോൾ ഈ ചൂടനെ ഒന്ന് ചൂട് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കൂ. അങ്ങനെ ചൂട് വേണ്ട എന്ന് പറയും. അയാൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളെ, അയാൾ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, കുറയ്ക്കാനുള്ള വഴിയുണ്ടോ നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വകർമാവ് ആലോചിച്ച് പുത്രി വാത്സല്യം കാരണം സൂര്യനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടൻസറിലേക്ക് ആക്കിയിട്ട്, മായാജാലം, വിശ്വകർമ്മമല്ലേ, ഒരു പ്രത്യേക പ്രക്രിയ, ഒരു താപശമന പ്രക്രിയ, ഇൻ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് ഇറ്റ് മേ ബി കോൾഡ് ആസ് കണ്ടൻസറിനോ ഹീറ്റ് എക്സ്ചേഞ്ചറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചോളൂ. ടെക്നിക്കലി എന്ത് പേരോ വിളിക്കാൻ എനിക്കറിയില്ല. വാട്ട് എവർ നെയിം. അതിൽ ആ പ്രോസസ്സിനെ സബ്ജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സൂര്യഭഗവാന്റെ 8% ചൂട് കുറച്ചു. His temperature was reduced by 1/8, 12%, 12.5% ചൂട് കുറച്ചു. അപ്പം മകളോട് പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല അച്ഛാ, ഇങ്ങനെയൊക്കെ ഇതൊന്നും കുഴപ്പമില്ല, മറ്റേത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഇപ്പം അത്ര ചൂടൊന്നുമില്ല, ഇപ്പോൾ ആവശ്യത്തിന് മാത്രമേ ചൂടുണ്ടാക്കുള്ളൂ. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ആ കഥ അങ്ങനെ അവിടെ കഴിഞ്ഞു. പക്ഷേ ഈ 1/8 എനർജിയാണല്ലോ വിശ്വകർമാവ് സൂര്യനിൽ നിന്ന് മാറ്റിയെടുത്തത് പ്രോസസ്സിൽ. അതിൽ ആ 1/8 എനർജി അദ്ദേഹത്തിൻ്റെ ആപ്പറേറ്റസിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, കണ്ടൻസറിൽ. അത് അധികം നേരം അവിടെ കിടക്കൂല. അത് നേരെ ഭൂമിയിലേക്ക് വന്ന് വീണു. ആ എനർജി, ആ തേജസ്. ഏത് തേജസ്? സൂര്യഭഗവാന്റെ 12.5% തേജസ് ഭൂമിയിൽ വന്ന് വീണാലത്തെ കഥ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ വിശ്വകർമാവ് എന്ത് ചെയ്തു വെച്ചെങ്കിൽ ആ തേജസ് എടുത്തിട്ട് 4 സാധനങ്ങൾ ഉണ്ടാക്കി, 4 പ്രോഡക്ട്സ് ഉണ്ടാക്കി തന്നു. ഒരു സുദർശന ചക്രം ഉണ്ടാക്കി, ഒരു തൃശൂലം ഉണ്ടാക്കി, ഒരു പുഷ്പവിമാനം ഉണ്ടാക്കി, ഒരു ശക്തി എന്നൊരു ആയുധം ഉണ്ടാക്കി. ഇതൊക്കെ സെൽഫ് പ്രൊപ്പൽഡാണ്. ആ എനർജി കൊണ്ട് സെൽഫ് പ്രൊപ്പല് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സാണ്. ബാറ്ററി ഒന്നും വേണ്ട, സെൽഫ് പ്രൊപ്പൽഡാണ്. ഓൾറെഡി ഇൻബിൽറ്റ് എനർജി ഉണ്ട് അതിൽ. കാരണം 12.5 എന്ന് വെച്ചാലോ ഡിവൈഡഡ് ബൈ 4, 3% ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ ഓരോരുത്തർക്കും 3% സൂര്യൻ്റെ എനർജി വെച്ചിട്ട് ഈ 4 ഉപാധികൾ ഉണ്ടാക്കി. ഇതൊക്കെയത് സുദർശന ചക്രം, തൃശൂലം, പുഷ്പക വിമാനം, ശക്തി എന്ന ആയുധം. തൃശൂലം എങ്ങനെയോ മഹേശ്വരൻ കയ്യിലാക്കി, ശിവൻ കയ്യിലാക്കി. പുഷ്പക വിമാനം കുബേരൻ്റെ കയ്യിൽ പെട്ടു. മനസ്സിലായോ? ശക്തി എന്ന ആയുധം ബ്രഹ്മാവിൻ്റെ കയ്യിൽ പെട്ടു. സുദർശനം ആർക്കും വേണ്ട, കാരണം അത് ഭയങ്കര ചൂടാണ്.
അച്ഛനെക്കാട്ടിലൊക്കെ ചൂട് കൂടുതലായിട്ട് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഭൂമിയിലത് വയ്ക്കാൻ പറ്റില്ല, ഭൂമിക്ക് ആ താപം സഹിക്കാൻ പറ്റില്ല, ഇല്ലേ, എവിടെയും നിർത്താൻ പറ്റില്ല, ഒരു പഞ്ചഭൂതത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, താങ്ങാൻ പറ്റുന്നൊരു പഞ്ചഭൂതം കണ്ടു, വെള്ളം. സമുദ്രത്തിലേക്ക് അങ്ങോട്ട് താഴ്ത്തിയിട്ടു, വെള്ളത്തിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഏത് ഓഷനാണെന്ന് അറിയില്ല അപ്പോൾ, പസഫിക് ആണോ അറ്റ്ലാന്റിക് ആണോ ഇന്ത്യൻ ഓഷനാണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ എവിടെ ചെന്ന് വീണെന്നും അറിയില്ല. ഏതൊരു ഓഷനിൽ ചെന്ന് വീണു, സമുദ്രത്തിൽ ചെന്ന് വീണു. അത് വീഴല്ല, അവിടെ നിക്ഷേപിക്കേണ്ടായത്, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആങ്കറൊക്കെ ഇട്ടിട്ട് അവിടെ നിക്ഷേപിച്ചു. അങ്ങനെ കുറേ കാലം അത് കഴിഞ്ഞ് നമ്മുടെ ഗാണ്ഡവ ദഹനം സമയത്ത് ഇന്ദ്രനും അഗ്നിദേവനുമായിട്ട് ചെറിയൊരു മത്സരത്തിൽ പിടികൂടി. ഗാണ്ഡവദഹനം അതാണല്ലോ, ഗാണ്ഡവദാഹം. അപ്പോൾ ആ സമയത്ത് മത്സരത്തിൽ പിടികൂടിയപ്പോൾ അഗ്നിദേവൻ എന്ത് ചെയ്തു, കൃഷ്ണാർജുനന്മാരെ സഹായത്തിന് വിളിച്ചു. ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ദേവേന്ദ്രനായിട്ടൊരു യുദ്ധത്തിന് പ്രഖ്യാപിച്ച് നിൽക്കണ്ട ഈ ഗാണ്ഡവദാഹത്തിന്, എനിക്കത് ദഹിപ്പിച്ചേ പറ്റൂ, അദ്ദേഹം പറ്റില്ല എന്നും പറഞ്ഞ് നിൽക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്ന്. ആ ശരി, ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവരുടെ അടുത്ത് സാധനങ്ങളൊന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അഗ്നിദേവനോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ സാധനമൊന്നുമില്ലല്ലോ, ഇയാളെ ഒന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ എന്തെങ്കിലും സാധനം വേണ്ടേ, അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം വരുണദേവനെ പ്രത്യക്ഷപ്പെടുത്തി. ഒരു കൊളീഗ്സ് അല്ലേ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. വേഗം വരുണദേവനെ പ്രത്യക്ഷപ്പെടുത്തി. വരുണദേവനോട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്താ ചെയ്യുക, കുറച്ച് ആയുധം വേണം, എന്താ ചെയ്യുക പറഞ്ഞു. നോക്കട്ടെ, എൻ്റെ സ്റ്റോറിലുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് താഴത്ത് പോയി, എവിടെ താഴത്ത് മീൻസ് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് സ്റ്റോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവിടെ കുറേ ആയുധങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ സുദർശനമുണ്ട്. കാരണം അഗ്നിക്ക് ഈ സുദർശനം താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇടാൻ കാരണം. അഗ്നിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല സുദർശനം. അഗ്നിയെ ഒന്നുകിൽ നശിപ്പിക്കും, അല്ലേ, അപ്പോൾ കിട്ടിയതൊക്കെ നശിപ്പിക്കണ പരിപാടിയാണ്, നശിപ്പിക്കാനുള്ളതല്ല അത്. അപ്പോൾ അഗ്നിയിൽ ഒന്നിനെയും സൂക്ഷിക്കാൻ പറ്റില്ല ആസിറ്റീസായിട്ട്, അത് നശിപ്പിച്ചു വിടില്ല എല്ലാം. ഭയങ്കര നശീകരണ കപ്പലല്ലേ അഗ്നി. പിന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ, വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടിയിൽ ഇട്ടാൽ അവിടെ കിടന്നോളും, കൊല്ലങ്ങൾ കിടന്നോളും. അതല്ലേ പണ്ട് ആൾക്കാർ നെറ്റിയൊക്കെ കിണറ്റിലിടണത്, വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്നോളും കൂളായിട്ട്. വെള്ളം അതിനെ ഉപദ്രവിക്കില്ല, അത് വെള്ളത്തിനെ ഉപദ്രവിക്കില്ല. അപ്പോൾ ഈ സുദർശന ചക്രവും വേറെ കുറേ ദിവ്യ ആയുധങ്ങളൊക്കെ ഈ കലവറയിൽ കിടപ്പുണ്ട്. ആരുടെ, ഇതിൻ്റെ വരുണൻ്റെ. അപ്പോൾ വരുണൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, ആർക്കൊച്ചാൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എല്ലാ ആയുധവും അഗ്നിദേവന് കൊടുത്തു. അഗ്നിദേവൻ വളരെ സന്തോഷപ്പെട്ടിട്ട് പറഞ്ഞു, ശരി, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഈ ആയുധങ്ങളൊക്കെ എന്ത് ചെയ്തു, സുദർശന ചക്രം ഒഴികെ മറ്റതൊക്കെ അർജുനന് കൊടുത്തു. സുദർശന ചക്രം നേരെ ഭഗവാനും കൊടുത്തു. ഇത് കയ്യിലിരിക്കട്ടെ, ഇതുകൊണ്ട് ഖണ്ഡോദാഹം കഴിച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ, ഇത് കയ്യിലിരിക്കട്ടെ, ആസ് എ ടോക്കൺ ഓഫ് മൈ അപ്രീസിയേഷൻ. നിങ്ങൾ ജയിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ സുദർശന ചക്രം ഭഗവാന്റെ കയ്യിൽ കിട്ടാനുള്ള കാരണം അതാണ് എന്നൊരു കഥയുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ ചക്രത്തിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്ന് വേണം നമ്മൾ കരുതാൻ. കൃഷ്ണൻ വഴി, കൃഷ്ണൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വെറും ചക്രം പോയിട്ട് സുദർശന ചക്രമായി എന്ന് വിചാരിക്കണം നമ്മൾ. പുരാണമൊക്കെ ലിങ്ക് ചെയ്ത് വായിക്കുമ്പോൾ ഒരു അപ്ഗ്രഡേഷൻ ഓഫ് ഹിസ് ചക്രം. അല്ലെങ്കിലും ഭഗവാൻ ചക്രധാരിയാണല്ലോ, ചക്രായുധനല്ലേ. അപ്പോൾ ചക്രം ഉണ്ടോ ഓൾറെഡി, പക്ഷേ അത് സുദർശന ചക്രമായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് കൃഷ്ണാവതാരത്തിലായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്തോ ആവട്ടെ. എനിവേ, സുദർശനം എന്ന ചക്രം ഭഗവാന്റെ പേരിലുണ്ട്. അതിപ്പോൾ അഗ്നി കൊടുത്തതായാലും വരുണം കൊടുത്തതായാലും ആര് കൊടുത്തതായാലും വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് കൊടുത്തതായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സുദർശന ചക്രം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സുദർശനം എന്നുള്ള പേരിൽ വിളിക്കപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആ 4 ഇത് കഴിഞ്ഞില്ലേ സുദർശന എന്നുള്ള വാക്കിൻ്റെ. ഇനി അടുത്ത വരുന്നത് 418 കാല. കാല എന്ന് വെച്ചാൽ രണ്ടർത്ഥം. പരിച്ഛേദിക്കുന്നവൻ, പരിച്ഛേദിക്കുന്നവൻ എന്ന് വെച്ചെങ്കിൽ കലബലയാക്കുന്നവൻ എന്നർത്ഥം. ആകെ ഒരു 6 and 7 ആക്കി വിടും, കുട്ടിച്ചോറാക്കണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടിച്ചോറാക്കി വിടുന്നവൻ.
പരിച്ഛേദനം ചെയ്യുന്നവൻ. പിന്നെ കാലം എന്ന് വെച്ചാൽ കാലസ്വരൂപൻ, ദ ടൈം ഇറ്റ് സെൽഫ്, അതും ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ കാലം എന്ന് വിളിക്കാം. ഭഗവാൻ തന്നെയാണ് കാലം. കാലോസ്മി എന്നല്ല പറയണു ഭഗവാൻ. ഞാൻ കാലാണെന്ന് ഭഗവാൻ തന്നെ പറയണു. പിന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാനെ കാലം എന്ന് വിളിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടാവും ഭീഷ്മർക്ക്, ഇല്ലേ? അപ്പോൾ എല്ലാ ജീവരാശികളുടെയും സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും ആ കർമ്മം ചെയ്ത ഉടനെ തന്നെ തിട്ടപ്പെടുത്തി കണക്കാക്കി വെക്കുന്നവനാണ് കാലൻ. പുറത്തേക്ക് വിടില്ല. അതിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആൽജിബ്രയ്ക്കൽ ഇതും ട്രിഗ്നോമെട്രി ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അവസാനം നെറ്റ് റിസൾട്ട് അവൻ എന്താണ് കിട്ടുക, ഇവൻ ചെയ്തിട്ടുള്ള ഫോർ എ പീരീഡ് ഓഫ് ടൈം, ഫോർ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഇവൻ ചെയ്തിട്ടുള്ള പരിപാടികൾക്ക് എന്താ അവൻ്റെ നെറ്റ് റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റ് പിന്നെ എത്രയാണ്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് കിടക്കണത്, അത് റെഡിയാക്കി വയ്ക്കും. റിലീസ് ചെയ്യില്ല. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് അവിടെ ഉണ്ടാവും. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പുറത്ത് വിട്ടിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല, മീറ്റിങ്ങിൽ വെച്ചിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നത് കാലമാണ്. ആരുടെ ആജ്ഞ അനുസരിച്ച്? ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച്. അപ്പോൾ ചെയ്യുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഏജൻ്റാണ് കാലൻ. ഭഗവാൻ ഈസ് എ പ്രിൻസിപ്പൽ, കാലൻ ഈസ് ദി ഏജൻറ്റ്. അപ്പോൾ ഓൾ ആക്ഷൻസ് ഓഫ് ദി ഏജൻറ്റ് വിൽ ബൈൻഡ് ദ പ്രിൻസിപ്പൽ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ് കാലം സ്വരൂപനായിട്ടുള്ളത്. അപ്പോൾ കാലം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ്. അപ്പോൾ ഭഗവാനെ കാല എന്ന് വിളിക്കുന്നതിലൊരു തെറ്റില്ല. ആ ഭഗവാനാണ് കാലരൂപേണ ഈ പ്രക്രിയയൊക്കെ ചെയ്തു വയ്ക്കുന്നത്. സൃഷ്ടികൾ ചെയ്തിട്ടുള്ള ഓരോ കർമ്മത്തിൻ്റെയും ഗുണദോഷങ്ങൾ ഗണനം ചെയ്ത് അതാത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് വേണ്ടത് തീരുമാനിച്ച് കണക്കാക്കി റെഡിയാക്കി വയ്ക്കും. എപ്പോഴാണ് ബട്ടൺ അമർത്തിയാൽ അപ്പം റിലീസ് ചെയ്യും. അപ്പം അതിൻ്റെ ഫലം ആ ഓർഡർ അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊള്ളും. അപ്പോൾ കർമ്മങ്ങളിലെ തിന്മയും നന്മയും ഒക്കെ കണക്കാക്കിയിട്ട് മാർക്കിടുന്നത് കാലനാണ്. ആ കാലൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയായിട്ട് നമ്മളതിനെ ചിത്രീകരിക്കണം, ചിത്രഗുപ്തൻ ആയിട്ട് ചിത്രീകരിക്കണം. പക്ഷെ അതൊരു വ്യക്തിയല്ല, അതൊരു വ്യവസ്ഥയാണ്. വ്യവസ്ഥാന ഭഗവാൻ നിശ്ചയിച്ചിട്ടൊരു വ്യവസ്ഥയാണത്. ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ. അല്ലേ? ആ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥ എന്ന് പറയുന്നത് പേഴ്സൺ തന്നെയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് അംഗീകരിച്ചിട്ടുള്ളതല്ലേ, എ കമ്പനി ഈസ് എ പേഴ്സൺ, അല്ലേ? അപ്പോൾ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിത്രഗുപ്തനായിട്ടോ ധർമ്മരാജാവായിട്ടോ ചിത്രീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ അതൊരു വ്യക്തിയല്ല, ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ കർമ്മങ്ങൾ പരിച്ഛേദനം ചെയ്ത് നന്മതിന്മകൾ ഗണനം ചെയ്യുന്നത് ഭഗവാനാണ്. ആ പരിച്ഛേദനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. അതും ഭഗവാൻ തന്നെ സമ്മതിക്കണു. 9-ാം അധ്യായത്തിൽ കാലകലയതാമഹം, കാലം കലനകാരരിൽ, കലനം ചെയ്യുന്നവരിൽ ഞാൻ കാലനാണെന്ന് പറയുന്നത്. കലനം ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടിച്ചോറാക്കുന്നവൻ, ആകെ അടിച്ച് എന്താ പറയുക, അട്ടപ്പിളക്കുക എന്നൊക്കെ പറയില്ലേ, അതിൽ ഞാൻ കാലമാണ്. കാരണം കാലത്തിൻ്റെ അത്ര കലനം ചെയ്യുന്നവൻ വേറെ ആരുമില്ല. കാലമാണ് എല്ലാറ്റിനെയും കലനം ചെയ്യുന്നത്, എല്ലാറ്റിനെയും കുട്ടിച്ചോറാക്കുന്നത് അവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിൽ വെച്ച് ഞാനാണെന്ന് ഭഗവാൻ തന്നെ എന്താ പറയുക, വിഭൂതി അധ്യായത്തിൽ വിഭൂതി, ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാല കലയതാമഹം, കലനം ചെയ്യുന്നവരിൽ കാലസ്വരൂപനാണ് ഞാൻ. എല്ലാറ്റിനും കുട്ടിച്ചോറാക്കി വിടും ഞാൻ. അപ്പോൾ കാലസ്വരൂപനായി അതാത് സമയത്ത് വേണ്ടത് നൽകുകയും ഒടുക്കം രുദ്രഭാവത്തിൽ ഇരുന്നും കൊണ്ട് എല്ലാറ്റിനും ലയിപ്പിച്ച് സ്ഥൂല ശരീരങ്ങളെല്ലാം ലയിപ്പിച്ച് സൂക്ഷ്മരൂപത്തിലാക്കി മടക്കി വയ്ക്കുന്നതും കാലം തന്നെയാണ്. ടൈം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഭഗവാന്റെ ഒരു അംശം തന്നെയാണ് കാലോസ്മി. ഒരു സംശയവും വേണ്ട, ഭഗവാൻ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കാലൻ ഞാനാണ്. കലനന്മാരിൽ കാലൻ ഞാനാണ്.
ഹി വാണ്ട്സ് ടു ബി ദ ബെസ്റ്റ് ഓഫ് എവറിഥിങ്. അപ്പോൾ ബെസ്റ്റ് കലനൻ ഈസ് കാലം. കാലത്തിൻ്റെ അത്ര കുട്ടിച്ചോറാക്കുന്നവൻ വേറെ ആരുമില്ല. അത് ഞാനാണ് അർജുന. കാലം തന്നെ ഞാനാണ് അർജുന. ഭഗവാന് സംശയമില്ല അദ്ദേഹം ആരാന്നുള്ളതിൽ. അപ്പോൾ അതാണ് കാല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിന്ന് തൽക്കാലം ഇവിടെ നിർത്താം. അടുത്ത നാമം നാളെ നോക്കണം. ഒന്ന് അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.